തന്നെ വ്യാജ വാർത്തകൾക്ക് യാതൊരു പഞ്ഞവുമില്ല. സാധാരണഗതിയിൽ ചില ഫേക്ക് ന്യൂസുകളൊക്കെ വലിയ ഉപദ്രവമില്ലാത്തതാണെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ആയിട്ട് ഇറക്കാറുണ്ട്. പക്ഷേ ഇത് ഗായകൻ വേണുഗോപാൽ അന്തരിച്ചു എന്ന് പറഞ്ഞൊരു വാർത്തയാണ് ഇപ്പോൾ വെളിയിൽ വന്നിരിക്കുന്നത്. അതും രണ്ടാമത്തെ തവണ. അതേ അവസാനം ലൈവില് വന്നിട്ട് പറയേണ്ടി വന്നു ഞാൻ മരിച്ചില്ല. എന്താ കഥയല്ലേ? വ്യാജ വാർത്തകൾ എന്നതിനപ്പുറം വ്യാജമായി ഈ ആളുകളെ ഈ സിനിമാ നടരൊക്കെ മരിച്ചു എന്ന് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് ചിന്തിച്ചു. ഇപ്പോൾ യേശുദാസ് ഒക്കെ ഒരു പരിപാടിയിൽ കല്ലേറ് കിട്ടി, യേശുദാസിനോ എന്ന് നമ്മളിങ്ങനെ ചിന്തിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് 88-ലോ 78-ലോ എങ്ങാണ്ടാണ് ഒരു കല്ലേറ് കിട്ടിയത്. അതിപ്പോൾ എടുത്തിടുമ്പോൾ നമ്മൾ അതിശയിക്കുക. അതുപോലെ അദ്ദേഹത്തെ കുറേ തവണ കൊന്നിട്ടുണ്ട്. ഇപ്പോൾ നസ്രിയ കുറേ നാളിന് ശേഷമാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ചെയ്തത്. അപ്പോൾ ഡിപ്രഷൻ ബാധിച്ചു എന്നാണ് തോന്നുന്നത്. അവർ ആ തരത്തിലാണ് അവരുടെ പോസ്റ്റ്. അപ്പോൾ പറയുന്നു ഡിവോഴ്സിന്റെ മുന്നോടിയായിട്ട് അവരിടുന്നതാണിത്. അങ്ങനെ പലരെയും തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അനു സിത്താരെ ഉണ്ണിമൂന്തനെയൊക്കെ കുറേ കാലമായിട്ട് കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ മഹിമ നമ്പ്യാരെ ഉണ്ണിമൂന്തനെ, നിഖില വിമലിനെ ഉണ്ണിമൂന്തൻ പെണ്ണ് കെട്ടാതിരിക്കുന്നത് കൊണ്ട് വഴി പോണവരെല്ലാം ഉണ്ണിമൂന്തന്റെ തലയിലാണ്. ചിലതൊക്കെ നല്ല രസമാണ്, നമുക്ക് ആസ്വദിക്കാൻ കഴിയും. പക്ഷെ ഈ ചില ഇതുപോലെ കണ്ണീരായി വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരുടെ കുടുംബത്തിന്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണം. ആരോഗ്യവാനായിരിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, അച്ഛനമ്മ ഉണ്ട്, മക്കളുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഒരു അവസ്ഥയൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഇത് വലിയ തമാശയായിട്ട് ഒരു വർഷത്തിനുള്ളിൽ എന്നെ 2ാം തവണയാണ് കൊല്ലുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ തമാശയായിട്ട് ഇട്ടാൽ പോലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അത് ചിലപ്പോൾ ഏത് രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ, അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സ്വന്തം മകൻ മരിച്ചു എന്നൊക്കെ വെറുതെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, വേദന, ഇതൊക്കെ പിന്നെ വലിയ രീതിയിൽ ഇതൊന്നും ഈ കുറച്ച് റീച്ചിന് വേണ്ടി എന്ത് തെണ്ടിത്തരവും കാണിക്കാൻ മടിയില്ലാത്ത കുറെ ആളുകളുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു പെണ്ണും പിള്ളയുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ പിന്നെ കിടന്ന്, ഞാൻ പേര് പറഞ്ഞ അവരെ റീച്ച് ആക്കുന്നില്ല, ഒരു പൂരത്തെറി വിളിക്കുന്ന ഒരു പെണ്ണും പിള്ളയാ. ഇവര് 100% പെർഫെക്റ്റ് ആണ്, ബാക്കിയുള്ളവരെല്ലാം മോശം എന്നാണ് ഇവർ പറയുന്നത്. എല്ലാവരും എടുത്തിട്ട് അലക്കും. കൂട്ടത്തിൽ എനിക്കും കിട്ടിയായിട്ടോ ഒരലക്ക്. വളരെ മോശമായിട്ടാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അപമാനിക്കേണ്ടതിൻ്റെ ഏറ്റവും അവസാനത്തെ രീതിയിൽ എന്നെ അപമാനിച്ചു. പക്ഷെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും കുറച്ച് ആളുകൾ എനിക്കത് അയച്ചു തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതിന് പരാതി കൊടുക്കണം, ഇതിങ്ങനെ വിട്ടുകളയരുത്, ഇത് പരാതി കൊടുത്ത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകണം, ഈ സ്ത്രീ പിന്നെ ആരെ എന്ത് പറയാം എന്ന് വെച്ചാൽ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആ സ്ത്രീ ഏറ്റവും മോശപ്പെട്ട ഒരു സ്ത്രീയാണ്. നമ്മളങ്ങനെ സ്ത്രീകളെ മോശം പറയാൻ പാടില്ല. പക്ഷെ ഇവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരം അവർ മോശപ്പെട്ട സ്ത്രീയാണ്. പക്ഷെ ബാക്കിയുള്ളവരെല്ലാവരും അതിൽ മോശമാക്കി അവർ ചിത്രീകരിക്കും, കുറച്ച് റീച്ചിന് വേണ്ടി. അപ്പം ഞാൻ കരുതി നമ്മളെ വെച്ചിട്ട് ഒരാൾ ഇപ്പൊ ഉണ്ണിമൂന്തൻ പറയുമ്പോൾ അല്ലെങ്കിൽ എന്നെ വെച്ചിട്ട് ഒരാൾ അന്നം കഴിക്കുന്നെങ്കിൽ അത് കഴിച്ചുകൊണ്ട് പോട്ടെ, ഞാൻ അതിൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്നെ വെച്ചിട്ട് ഒരു ദിവസം അവർക്ക് അതിൽ നിന്ന് $1 അല്ലെങ്കിൽ ഒരു $10 കിട്ടിയെങ്കിൽ അത് അന്ന് അവരെ വീട്ടിലെ കഞ്ഞി പോഞ്ഞത് അല്ലെങ്കിൽ അടുപ്പ് പോഞ്ഞത് എന്നെ പറഞ്ഞിട്ടുള്ള പൈസയിൽ നിന്നാണ്. അപ്പൊ ഞാനാണ് അന്ന് അവരെ വീട്ടിലെ അരി വാങ്ങിക്കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് അവർ ജീവിച്ചു പോക്കട്ടെ, ഞാൻ പരാതിക്ക് ഒന്നിനും പോയില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറെ ആളുകളുണ്ട്. കുറെ ആളുകളെ മോശപ്പെടുത്തി റിയാക്ഷൻ വീഡിയോ എന്നും പറഞ്ഞു വന്നിട്ട് കുറെ ആളുകളെ മോശപ്പെടുത്തി സംസാരിക്കുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക. ഇപ്പോൾ ആരും എല്ലാം തികഞ്ഞവരല്ല അല്ലേ? നമുക്ക് നമ്മുടേതായ ഞാനൊക്കെ വിശ്വസിക്കുന്ന 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ ഈ ലോകത്തില്ല. നമുക്കെല്ലാവർക്കും 50% നന്മയും കാണും, 50% തെറ്റും കാണും. ചിലപ്പോൾ തെറ്റായിരിക്കും കൂടുതൽ, ശരിയായിരിക്കും കുറവ്. ഓരോരുത്തർ നമ്മളുമായിട്ട് പിന്നെ ഇടപഴകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഓരോ സ്വഭാവങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ മാക്സിമം മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും മികച്ച കാര്യം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യരിൽ അങ്ങനെ തന്നെയായിരിക്കും. അത് ഈ ഒരു ഇതിൽ പറയും, പല യുഗങ്ങളിലെ കാര്യങ്ങൾ പറയുമ്പോൾ പറയും സത്യയുഗത്തിൽ എല്ലാവരും 2 ലോകത്തായിരുന്നു നന്മയും തിന്മയും ഉണ്ടായിരുന്നത്. 2 ലോകത്തായിരുന്നു. അത് ത്രേതായുഗത്തിലേക്ക് വന്നപ്പോൾ 2 രാജ്യങ്ങളിലായിരുന്നു. ഒരു ദ്വാപരയുഗത്തിൽ വരുമ്പോഴത്തേക്കും ഒരു കുടുംബത്തിലാണ്. ഇപ്പോൾ കലിയുഗത്തിൽ ശരിക്കും പറഞ്ഞാൽ മനുഷ്യരിൽ നന്മയും തിന്മയും ഒരു വ്യക്തിയിൽ തന്നെ പറഞ്ഞത് പൂർണ്ണമായി ശരിയാണ്. ഒരു മനുഷ്യനിൽ 50% നന്മ 50% തിന്മയുണ്ട്. ആരും പൂർണ്ണമായിട്ട് പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പൊ മറ്റുള്ളവരെ തെറ്റുകൾ അംഗീകരിച്ച് അവരെ കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ പറ്റിയാൽ അതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കുറെ പേരുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് വേണുഗോപാൽ അദ്ദേഹം ഇട്ടേക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: അങ്ങനെ 1 വർഷത്തിനുള്ളിൽ 2ാം പ്രാവശ്യവും മരണം തേടിയെത്തിയ ഭാഗ്യവാനായിരിക്കുന്നു ഈ ഞാൻ.
ഇപ്പോൾ കശ്മീരിലെ സോൻമാർഗ്, ഗുൽമാർഗ്, പെഹൽഗ്രാം എന്നിവിടങ്ങളിൽ ട്രെക്കിങ്ങും മഞ്ഞ് മലകയറ്റവും എല്ലാം കഴിഞ്ഞ് ശ്രീനഗറിൽ ഭാര്യയുമൊത്ത് തിരിച്ചെത്തിയപ്പോഴാണ് ഈ ഒരു വാർത്ത എൻ്റെ മോഡൽ സ്കൂൾ ഗ്രൂപ്പിലെ സുഹൃത്തുക്കൾ ഇങ്ങനെ നീ ഇടയ്ക്ക് ചത്താൽ ഞങ്ങൾ എന്ത് ചെയ്യുമിടേ എന്ന ശീർഷകത്തോടെ അയച്ചു തന്നത്. ഞാൻ ഉടനെ ഒന്നും മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു പത്രസമ്മേളനം നടത്തണോ എന്ന് നിങ്ങൾ ഉദ്ദേശിക്കണേ എന്നാണ് വേണുഗോപാൽ എഴുതിയത്. പോസ്റ്റിന് കമന്റുമായി നിരവധി പേരാണ് എത്തിയിരിക്കുന്നത്. വേണുചേട്ടന്റെ ഈസ്റ്റർ ഉയർത്തെഴുന്നേൽപ്പിന് വീണ്ടും വീണ്ടും ആശംസകൾ എന്നാണ് എൻ പ്രശാന്ത് IAS അഭിപ്രായപ്പെട്ടത്. ഈസ്റ്റർ ഉയർപ്പ് എന്ന കമന്റുമായി ശ്രീജിത്ത് പണിക്കരും എത്തി. ആദ്യം ഞെട്ടി, പിന്നെയാണ് ഷെയർ ചെയ്തത് ആരാണെന്ന് കണ്ടത് എന്ന് പറഞ്ഞ ആരാധകരുമുണ്ട്. അപ്പോ സത്യത്തിൽ ഇപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നാട് വിട്ടു വന്ന് നിൽക്കുന്നവരാണ് അല്ലെ. അപ്പോ നമ്മുടെയൊക്കെ വീട്ടിൽ പെട്ടെന്ന് അമ്മമാരും ഷോക്കായി എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഈ തമാശക്ക് കാണിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ വലിയ ദുരന്തത്തിലേക്കൊക്കെ പോവാൻ സാധ്യതയുണ്ട്. പണ്ട് ഈ ഏപ്രിൽ ഫൂളിന് ഈ ഇത്തരം പരിപാടികൾ ഉണ്ടായിരുന്നു. അങ്ങനെ തമ്മിലടിയും കൊലപാതകവും വരെ നടന്നിട്ടുണ്ട്. വേറെ ഒരാളുടെ ബന്ധുവോ വീട്ടിലുള്ളവരോ മരിച്ചുപോയി എന്ന് പറ്റിക്കാൻ വേണ്ടി പറയും. അത് അതിവൈകാരികമായിട്ടുള്ള പ്രശ്നമല്ലേ, ഒരാളുടെ എന്ത് വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അയാൾക്ക് ദേഷ്യം വന്നു, ഇങ്ങനെ ഇതാണോടാ പറ്റിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അടിയായി ഒരാൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഏപ്രിൽ ഫൂളൊക്കെ ആളുകൾ മറന്നു പോകും, ഓർക്കാറില്ല. ജീവിത സാഹചര്യങ്ങൾ വേറെ രീതിയിലൊക്കെ മാറി തുടങ്ങിയപ്പോ ഏപ്രിൽ ഫൂളോ ഇന്ന് ഏപ്രിൽ ഫൂളായിരുന്നു എന്ന് വരെ ആ ദിവസമേ ഓർമ്മയില്ലാത്ത ഒരു ഇതായിപ്പോയി. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ തമാശക്ക് എന്ത് വേണമെങ്കിലും കാണിച്ചോ, 5 റീച്ച് കിട്ടാനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിച്ചോ. പക്ഷെ അത് മറ്റുള്ളവനെ വേദനിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ കയറി ഇടപെട്ടുകൊണ്ടും ആകരുത് എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്ക് അറിയാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് മോശപ്പെടുത്തി അല്ലെങ്കിൽ ഒരാളില്ലാതായി പോയി, ഒരാൾ മരിച്ചു, ഒരാൾ അങ്ങനെയാണ് ഇങ്ങനെ, ഇതൊക്കെ പറയാനുള്ള അവകാശം ആർക്കും ഇല്ല എന്നുള്ളതാണ്. ആർക്കും ആരെക്കുറിച്ച് ഒന്നും പറയാനുള്ള അവകാശം ഇല്ല. എല്ലാവരും സ്വതന്ത്രരായിട്ടുള്ള വ്യക്തികളാണ്. എല്ലാവർക്കും അവരവരുടേതായ വീഴ്ചകളും കുറവുകളും നല്ലതും തിന്മയും സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ട്. അതൊക്കെ അനുസരിച്ചാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. അപ്പൊ എന്തിനു വെറുതെ ഇന്ന് വേണുഗോപാൽ എന്ന് പറയും, നാളെ വേറെ ഏതെങ്കിലും ഇപ്പൊ അതുകൊണ്ട് നമ്മളൊരു 10 പ്രാവശ്യം റീചെക്ക് ചെയ്യും. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ ശരിയാണോ കാരണം മാധ്യമങ്ങളിൽ ആ വാർത്ത വന്നോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ കൃത്യമാണോ എന്നൊക്കെ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു. കാരണം എയറിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നീട് അത് ആരെങ്കിലും ഒരാൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ മതി, പിന്നീട് നമ്മളെ എടുത്തിട്ട് അലക്കി വെളുപ്പിച്ച് കളയും. കാരണം അത് പോയിട്ട് ഇദ്ദേഹം ഇതൊരു തമാശയായിട്ട് എടുത്തു. ഇങ്ങനെ ഒരു കമന്റ് ഇട്ട ഒരാൾക്കെതിരെ അദ്ദേഹം ഒരു പരാതിയുമായി രംഗത്തെത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരാതിയുമായി പോയിരുന്നുവെങ്കിൽ, എന്നെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചൊന്നുമില്ല, എന്നെ മാനസികമായി എൻ്റെ കുടുംബത്തെ തളർത്തി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കേസുമായി പോയി. അദ്ദേഹം അത് തമാശക്ക് എടുത്തു. എല്ലാവരും അങ്ങനെ തമാശക്ക് എടുക്കണമെന്നില്ല. ഓരോരുത്തരെ ഓരോ കാര്യങ്ങൾ നേരിടുന്ന രീതി വേറെ വേറെയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്ത് സന്തോഷം കണ്ടെത്തുന്നവർ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി എപ്പോൾ കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ.